മാതൃവേദിയുടെ സഹമധ്യസ്ഥയായ വിശുദ്ധ ജിയന്നയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിനം ആധുനിക ലോകത്തെ സമർപ്പണത്തിൻ്റെ മാതൃകയായ വിശുദ്ധ ജിയന്നയുടെ ജീവിത ചരിത്രത്തിലൂടെ ഒരു യാത്ര. ഇന്ന് പലർക്കും സുപരിചിതമായ ഒരു പേരാണ് ഇത്. സഹനങ്ങളെ ദൈവഹിതമായി സ്വീകരിച്ച് ഉദരത്തിലെ ശിശുവിനു വേണ്ടി സ്വജീവൻ സമർപ്പിച്ച വിശുദ്ധ എന്ന പേരിലാണ് വിശുദ്ധ ജിയന്ന അറിയപ്പെടുന്നത്. അൾത്താരയിൽ ഈ വിശുദ്ധയെ വണങ്ങുമ്പോൾ അവർ നേരിട്ടതും കടന്നു വന്നതുമായ വഴികൾ ഒരുപാട് കനലുകൾ നിറഞ്ഞതായിരുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കണം. ഇറ്റലിയിലെ മെഗന്തയിൽ 1922 ഒക്ടോബർ 4 13 കുട്ടികളുള്ള ഒരു കുടുംബത്തിലെ 10ാമത്തെ മകളായിട്ടായിരുന്നു ജിയന്നയുടെ ജനനം. 1942 മിലാനിൽ മെഡിസിൻ പഠനം ആരംഭിച്ച ജിയന്ന അക്കാഡമിക് ജീവിതത്തിലും വിശ്വാസ ജീവിതത്തിലും ജാഗ്രതയും കഠിനാധ്വാനവും മുഖമുദ്രയാക്കി. പാവപ്പെട്ടവരെയും മുതിർന്നവരെയും തന്നാൽ കഴിയും വിധം അവൾ സഹായിച്ചിരുന്നു. 1955 പിയത്രോ മൊളയുമായി അവളുടെ വിവാഹം നടന്നു. 1961 4ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കെയാണ് അവൾ ഗർഭാശയ ട്യൂമറാണെന്ന് ഡോക്ടർ ജിയന്നയെ അറിയിക്കുന്നത്. അവളുടെ ജീവൻ രക്ഷിക്കുന്നതിനായി ഡോക്ടർമാർ 3 നിർദ്ദേശങ്ങളാണ് വെച്ചത്. 1. ഭ്രൂണത്തെ നശിപ്പിച്ച് മുഴ നീക്കം ചെയ്യുക. 2. ഗർഭപാത്രം നീക്കം ചെയ്യുക. 3. ഗർഭപാത്രത്തിലുള്ള മുഴ നീക്കം ചെയ്തുകൊണ്ട് കുഞ്ഞ് പുറത്തു വരുന്നതുവരെ ചികിത്സ ചെയ്യാതിരിക്കുക. എന്നാൽ ഇതിൽ ഏറ്റവും അപകടകരമായ 3ാമത്തെ മാർഗമാണ് അവൾ സ്വീകരിച്ചത്. തൻ്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ സംരക്ഷിക്കുന്നതിനായി സ്വജീവൻ പോലും അപകടത്തിലാക്കിക്കൊണ്ട് അവൾ ചികിത്സ നീട്ടിവെച്ചു. 1962 ഏപ്രിൽ 21 തൻ്റെ 4ാമത്തെ കുഞ്ഞ് ഇമ്മാനുവലിന് ജന്മം നൽകി. ഒരു ആഴ്ചയ്ക്ക് ശേഷം ഏപ്രിൽ 28 ജിയന്ന ഇഹലോകവാസം വെടിഞ്ഞു. 1994 ഏപ്രിൽ 24 വിശുദ്ധ ജോൺ പോൾ II പാപ്പ വാഴ്ത്തപ്പെട്ടവളായും 2004 മെയ് 16 വിശുദ്ധയായും പ്രഖ്യാപിച്ചു. അമ്മമാരുടെയും ഡോക്ടർമാരുടെയും പ്രത്യേക മധ്യസ്ഥയാണ് വിശുദ്ധ ജിയന്ന. കൊല്ലും കൊലയും അനായാസം നടമാടുന്ന ഏറ്റവും സുരക്ഷിതമെന്ന് വിശ്വസിക്കുന്ന അമ്മയുടെ ഉദരം പോലും കൊലക്കളമായി മാറുന്ന ഇന്നത്തെ ലോകത്തിൽ ഈ വിശുദ്ധയുടെ ജീവിതവും മാതൃകയും ഏറെ പ്രചോദനകരമാണ്. ജീവിതത്തിൽ തൻ്റെ കടമകൾ വിശ്വസ്തയോടെ നിറവേറ്റിക്കൊണ്ട് സ്വർഗം നേടാമെന്ന് ഈ വിശുദ്ധ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു. സഹനങ്ങൾ കൂടാതെ ദൈവത്തെ സ്നേഹിക്കുവാൻ സാധിക്കുകയില്ല എന്നും സ്നേഹം കൂടാതെ ഒരാൾക്കും സഹിക്കാൻ സാധിക്കുകയില്ല എന്നും ഈ വിശുദ്ധ ലോകത്തിൽ വെളിപ്പെടുത്തി. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഈ വിശുദ്ധയെ പോലെ അവയെ ദൈവഹിതമായി കണ്ട് സ്വീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.